കട്ടപ്പനയിൽ റൂറൽ സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി നീതിക്കായി മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ഹാജരായി. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ച് സാബുവിന്റെ കുടുംബം മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 20-നാണ് നിക്ഷേപത്തുക തിരികെ കിട്ടാതിരുന്നതിനെ തുടർന്ന് കട്ടപ്പനയിലെ വ്യാപാരിയായിരുന്ന സാബു തോമസ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്തത്. ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടപ്പോൾ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും അപമാനിച്ചതായി സാബു ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നു. ഇതേ തുടർന്ന് 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവരെ ജോലിയിൽ തിരിച്ചെടുത്തു. ആരോപണ വിധേയനായ CPM നേതാവിനെ ഒഴിവാക്കി പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ചാണ് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. കുറ്റപത്രം സമർപ്പിച്ചെന്നാണ് പോലീസ് പറഞ്ഞത്. നമ്മള് മനുഷ്യാവകാശ കമ്മീഷനോട് പറഞ്ഞേക്കുന്നത് അതായത് നമുക്ക് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി സഹകരണ മന്ത്രാലയത്തിലേക്ക് വന്നായിരുന്നു പൈനാവിൽ. അപ്പൊ അതിലേക്ക് വന്നേക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ 2021 തൊട്ട് 14.5 ലക്ഷം രൂപയെ ഡെപ്പോസിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശുദ്ധ നുണയാണ്. അതായത് 2007 തൊട്ട് ഞങ്ങൾ ആ സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തുന്നതാണ്. അപ്പൊ 2007 തൊട്ട് അതായത് 1.5 വർഷം മുമ്പ് വരെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന പൈസ 1.5 വർഷമായോട് ഈ പൈസയ്ക്ക് പ്രശ്നം വരാൻ തുടങ്ങി. അപ്പൊ മുഖ്യമന്ത്രി സഹകരണ മന്ത്രാലയത്തിന് അയച്ച റിപ്പോർട്ടിന്റെ മറുപടി ഞങ്ങൾക്ക് വന്നേക്കുന്നത് ഇപ്പൊ ഈ 14.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് തിരിച്ചു തന്നത് എപ്പോഴാണ്? ആള് മരിച്ചു കഴിഞ്ഞാണ് തന്നത്. നമ്മുടെ ആവശ്യ നേരത്ത് നമുക്ക് പൈസ കിട്ടിയിട്ടില്ല. ഈ 14.5 ലക്ഷം രൂപ നമ്മൾ കിടന്നതിനാണ് 2 ലക്ഷം രൂപ നമ്മൾ ചോദിച്ചത്. ആ 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി സാബു 19-ാം തീയതി അനുഭവിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന്റെ സർവ്വ ഓഡിയോ ക്ലിപ്പുകളും നമ്മുടെ കയ്യിലുണ്ട്. 19-ാം തീയതി ക്രൂരമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ച ഒരു കൊല്ലുവാണ് ചെയ്തത്. കേസുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകൾ മേരിക്കുട്ടി മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ഹാജരാക്കി. നീതി ലഭിക്കും വരെ കേസുമായി മുമ്പോട്ട് പോകുമെന്ന് സാബുവിന്റെ കുടുംബം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.